വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ 7:50 പുറത്തുവിടും എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ വാർത്ത പ്രേക്ഷക സമക്ഷം എത്തിക്കുകയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടും വെട്ട്. വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാൻ നിർദ്ദേശിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് കൂടുതൽ പേജുകൾ പൂഴ്ത്തിയ ശേഷം. ലൈംഗിക അതിക്രമ വിവരങ്ങളുള്ള 5 പേജുകളിലെ 10 ഖണ്ഡികകളാണ് വിവരാവകാശ കമ്മീഷണർ നൽകാമെന്ന് പറഞ്ഞിട്ടും മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത്. വിവരാവകാശ കമ്മീഷണറും SPOയും പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റി. വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗം പുറത്തുവിടുകയും ചെയ്തു. 48-ാം പേജിലെ 96-ാം ഖണ്ഡിക പുറത്തുവിടരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ട് SPO സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന ഭാഗങ്ങൾ കൂടാതെ മറ്റു ഭാഗങ്ങൾ സാംസ്കാരിക വകുപ്പ് വെട്ടിമാറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തം. സർക്കാർ എന്തിനു വേണ്ടിയാണ് അവസാന നിമിഷം ഈ തിരിമറി നടത്തിയത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച അപേക്ഷകർക്ക് പൊതുജനങ്ങളുടെ മധ്യത്തിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ മാറ്റുന്നുവെന്നും അത് ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ സർക്കാരിന് ഇനി അതും സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അതും മാറ്റാമെന്നും ഉത്തരവിലുണ്ടായിരുന്നിട്ടും അതിനുശേഷം SPO കൃത്യമായി ഇന്ന ഭാഗങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടും അതിനുശേഷം സർക്കാർ വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കത്രിക വെച്ചിരിക്കുന്നുവെന്നാണ്. സർക്കാർ കള്ളക്കളി തുടരുകയാണോ? അതേസമയം സർക്കാരിൻ്റെ ജാഗ്രത കുറവ്. 48-ാം പേജിലെ 96-ാം ഖണ്ഡിക പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ട് ആ ഭാഗം പുറത്തുവിടുകയും ചെയ്തു. അതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗമില്ല എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വലിയ കടുംവെട്ട് നടത്തിയിരിക്കുന്നു സർക്കാർ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതൊക്കെ പേജുകളിൽ ഏതൊക്കെ ഖണ്ഡികകളാണ് വിവരാവകാശ കമ്മീഷണർ എതിർക്കാതിരുന്നത്, വിവരാവകാശ കമ്മീഷണർ പുറത്തു പറയാം എന്ന നിലപാടെടുത്തത്, അതിനുശേഷം SPO വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും സർക്കാർ ആ ഉത്തരവിന് ശേഷവും കടുംവെട്ട് നടത്തിയിരിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് സർക്കാർ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നതിനും അപ്പുറം? അരുൺകുമാർ, ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി സ്വകാര്യ വിവരങ്ങൾ, അതിൽ ചില ഗണ്ണികകൾ തന്നെ പുറത്തുവിടാൻ പാടില്ല എന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം ഉത്തരവ് നൽകിയിട്ടുണ്ട്. ആ ഉത്തരവിനപ്പുറത്തേക്ക് ആവശ്യമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തിവിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന് സാംസ്കാരിക വകുപ്പിന് നൽകാം. പക്ഷേ ഈ കാര്യം കൃത്യമായി അപേക്ഷ നൽകിയ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവരെ കൃത്യസമയത്ത് അറിയിക്കണം എന്ന നിർദ്ദേശം പ്രത്യേകം ഉത്തരവിൽ ഉണ്ട്. ആ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ 24-നായിരുന്നു ആദ്യഘട്ടത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് നൽകാമെന്ന് സാംസ്കാരികാര്യ വകുപ്പ് അറിയിച്ചത് രേഖാമൂലം. അങ്ങനെയുള്ള അറിയിപ്പിനൊപ്പം നൽകിയ പട്ടികയിൽ ഇല്ലാത്ത പ്രധാനപ്പെട്ട ചില പേജുകൾ വെട്ടിമാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 49 മുതൽ 53 വരെയുള്ള പേജുകൾ, 97 മുതൽ 107 വരെയുള്ള 10 ഖണ്ഡികകളാണ് സർക്കാർ സാംസ്കാരികാര്യ വകുപ്പ് ചട്ടവിരുദ്ധമായി വെട്ടിമാറ്റിയത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ള ഇത്രയും പേർക്ക് കൃത്യമായി രേഖാമൂലം അവർ നൽകണം. ഇന്നത്തെ പേജുകൾ, ഇന്നത്തെ ഖണ്ഡികകൾ, ഇന്നത്തെ സെൻറ്റൻസുകൾ അത് വെട്ടിമാറ്റുമെന്ന്. പക്ഷേ അങ്ങനെ നേരത്തെ നൽകിയ അറിയിപ്പ്, ആ അറിയിപ്പ് നിലനിൽക്കെ ആ ഖണ്ഡികകൾക്ക് പുറത്ത്, ആ പേജുകൾക്ക് പുറത്ത് 10 പേജുകൾ കൂടി വെട്ടിമാറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ആർക്കു വേണ്ടിയാണ് ഈ പേജുകൾ വെട്ടിമാറ്റിയത് എന്ന ചോദ്യമുണ്ട്. ഈ വെട്ടിമാറ്റപ്പെട്ട ഭാഗമാകട്ടെ അത് സിനിമാ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെ ഭാഗങ്ങളാണ്. കാരണം ഏതാണ്ട് 35-ാം പേജ് മുതൽ ഇങ്ങോട്ടേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച്, ലൈംഗികാതിക്രമം മുതൽ അങ്ങോട്ടേക്ക് നടന്ന ക്രൂരമായ പീഡനത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾ അടങ്ങുന്ന 10 പേജുകളാണ് നിയമവിരുദ്ധമായി വിവരാവകാശ നിയമത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടത്തിയതെന്ന് പറയാതെ വയ്യ. സർക്കാർ 129
ഗണ്ണികകളാണ് വെട്ടിമാറ്റിയത്. 21 ഗണ്ണികകൾ വെട്ടിമാറ്റാനാണ് ഒഴിവാക്കാനായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം നിർദ്ദേശിച്ചത്. ഈ മുഴുവൻ റിപ്പോർട്ട് പരിശോധിച്ച അതിൽ സ്വകാര്യതയുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ അത് പുറത്തു വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ 21 ഗണ്ണികകൾ മാത്രമായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഒഴിവാക്കാനായി സാംസ്കാരിക വകുപ്പിന് നിർദ്ദേശം നൽകിയത്. പക്ഷേ അതിനു പുറമെ 121 മൊത്തത്തിൽ 129 ഗണ്ണികകൾ സാംസ്കാരിക വകുപ്പ് അത് ഒഴിവാക്കി. അതിന് ഉയർത്തുന്ന ന്യായം അത് സ്വകാര്യതയുടെ ലംഘനമാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ പട്ടികയിലില്ലാത്ത 10 ഗണ്ണികകൾ കൂടി സർക്കാർ സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കിയെന്ന ചോദ്യമുണ്ട്. അതിനൊപ്പമാണ് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ 96 ഗണ്ണിക അത് ഒഴിവാക്കിയത് എന്തിനാണെന്ന് അത് ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് അതൊരു വീഴ്ചയായി കാണണമോ ബോധപൂർവമാണോ എന്ന് വ്യക്തമല്ല. കാരണം 233 പേജ് നൽകുമെന്നായിരുന്നു ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. അതിനുവേണ്ടിയുള്ള പണമടക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ പേജുകൾ ഒപ്പിക്കാൻ വേണ്ടിയാണോ വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശിച്ച പേജ് ഒഴിവാക്കാതെ അതും ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യമുണ്ട്. കാരണം ഇത്തരം ഒരു സൂചന ലഭിച്ചപ്പോൾ അതിൻ്റെ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും വിശദമായി പരിശോധിച്ചപ്പോഴാണ് നമ്മൾക്ക് ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രവുമല്ല, ഈ ഒഴിവാക്കിയ ഗണ്ണികകളുടെ 2 ഭാഗങ്ങളും വായിച്ചു നോക്കുമ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത്. ഒന്ന്, ഈ അക്യൂസ്ഡ് ആയ ആളുകൾ, കുറ്റവാളികളാകുന്ന ആളുകൾ, അവരുടെ പേര് മറച്ചുവെക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യം വെട്ടിമാറ്റിയ ആളുകൾക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള ഇടപെടലുകൾ സംശയാസ്പദമാണ് എന്ന് കൃത്യമായി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ആരാണ് വെട്ടിമാറ്റിയത്? സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ അറിവോടെ, സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അത് മന്ത്രിയുടെ അറിവോടെയാണോ, അത് സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഈ 10 ഗണ്ണികകൾ ഒഴിവാക്കിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും ക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗത്തു നിന്നാണ് 10 ഗണ്ണികകൾ ഒഴിവായത്, 5 പേജുകൾ ഒഴിവായത്. ഈ പേജുകൾ ഒഴിവാക്കുന്ന കാര്യം, ഈ ഗണ്ണികകൾ ഒഴിവാക്കുന്ന കാര്യം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് സംശയാസ്പദമാകുന്നത്. അവിടെയാണ് കള്ളക്കളി നടന്നുവെന്ന സംശയം ബലപ്പെടുന്നത്. അരുൺകുമാർ, റോഷി പാൽ, വളരെ കൃത്യമായി നമ്മൾ പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ വിവരാവകാശ കമ്മീഷണർ കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റുണ്ട്. ആ വിവരാവകാശ കമ്മീഷണർ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇരയുടെ മൊഴി കൊടുത്തവരുടെ സ്വകാര്യതയെ കരുതി പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്. ഒന്ന്, പാരഗ്രാഫ് 96, 49-ാമത്തെ പേജിലെ 96-ാമത്തെ പാരഗ്രാഫ് പുറത്തുവിടരുത്. കൂടാതെ പേജ് 81 മുതൽ 100 വരെയുള്ള 20 പേജുകളിലെ 165-ാം ഖണ്ഡിക മുതൽ 196 വരെയുള്ള ഖണ്ഡികകളും, കൂടാതെ അപ്പൻഡിക്സ്, തെളിവുകൾ അടങ്ങിയിരിക്കുന്ന ക്ലിപ്പുകളും ചാറ്റുകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന അപ്പൻഡിക്സും പുറത്തുവിടരുത്. ഇത്ര മാത്രമാണ് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുത് എന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം, പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കുക. 49-ാമത്തെ പേജിലെ 96-ാമത്തെ ഖണ്ഡിക പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവിൽ ആ 96-ാമത്തെ പേജ്, 96-ാമത്തെ പാരഗ്രാഫ് ഉണ്ട്, 49-ാമത്തെ പേജുമുണ്ട്. അതൊരു പക്ഷേ വിട്ടുപോയതാവാം, ജാഗ്രത കുറവാണ്. പക്ഷേ 165 മുതൽ 196 വരെയുള്ള പേജുകൾ പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷണർ പറയുന്നു. ശരി, ആ പേജുകൾ പുറത്തുവിടേണ്ടതില്ല. അതിനുശേഷം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത് റോഷിപാൽ. ഈവൻ ദോ SPO can reasonably serve and disseminate the information due to larger public interest, the following portions from the Justice Hema Committee report are exempt from disclosure. SPOയ്ക്ക് വേണമെങ്കിൽ, സംസ്ഥാന സർക്കാരിന് വേണ്ടി SPOയ്ക്ക് വേണമെങ്കിൽ താഴെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കാം എന്ന് പറയുന്നു. താഴെയുള്ള ഭാഗങ്ങൾക്ക് പുറമെ മറ്റു ഭാഗങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കാം, സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ആദ്യഘട്ടത്തിൽ ഒരു വെട്ടുവെട്ടി, അത് ശരിയാണ്, അത് ഉത്തരവിലുണ്ട്. അങ്ങനെ SPO പുറത്ത് നമുക്ക് ഉത്തരവ് തരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പട്ടികയിൽ ഈ പറയുന്ന ഭാഗങ്ങൾ കാണാനില്ല. ഈ പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വച്ചാൽ SPO, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, നമുക്ക് ഈ റിപ്പോർട്ട് നൽകാമെന്ന് ഉത്തരവിട്ടതിനു ശേഷമാണ് സാംസ്കാരിക വകുപ്പിൻ്റെ കടുംവെട്ട് നടന്നിരിക്കുന്നത്. ശരിയല്ലേ റോഷിപാൽ?
അരുൺകുമാർ, അക്കാര്യത്തിൽ സംശയവുമില്ല. ഒന്ന്, കഴിഞ്ഞ മാസം 24-നായിരുന്നു ആദ്യം ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടുമെന്ന് സർക്കാർ സാംസ്കാരിക വകുപ്പ് അറിയിച്ചത്. അപേക്ഷ നൽകിയവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു കത്താണ്. ആ കത്ത് നമുക്കത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അതിൽ ഒഴിവാക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പേജ് നമ്പറും പാരഗ്രാഫ് നമ്പറും ഏത് കാരണം കൊണ്ടാണ് ഉൾപ്പെടെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ്, ആരാണ് ആ ഭാഗം ഒഴിവാക്കാൻ പറഞ്ഞത്, അത് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ പറഞ്ഞത്, അങ്ങനെ പറയുന്നുണ്ട്. 129 ഗണ്ണികകൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംഗ്രഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ മൊഴികൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒപ്പം ഈ തെളിവുകളും, മൊഴികളും തെളിവുകളും സ്വാഭാവികമാണ്. അതിൽ ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കണം, അതിജീവിതമാരുടെ സ്വകാര്യത സംരക്ഷിക്കണം, അത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, അത് പൊതുസമൂഹത്തിനെല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സംഗ്രഹത്തിൽ തന്നെ വ്യക്തിപരമായ വിവരങ്ങളിലേക്ക് ചൂണ്ടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ 129 ഗണ്ണികകൾ ഒഴിവാക്കിയ സാംസ്കാരിക വകുപ്പ്, അതിന് പുറമെയാണ് ഈ റിപ്പോർട്ട് പിന്നീട് അതിൽ നിയമ പ്രശ്നങ്ങളുണ്ടായി, ഇടയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഇടപെടലുണ്ടായി. ആ ഘട്ടത്തിൽ പുറത്തുവിടുമെന്ന് പറഞ്ഞ ജൂൺ 24, ആ സമയത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്നു. അതിനുശേഷമുള്ള ഏതാണ്ട് ഒരാഴ്ചയിലേറെയുള്ള സമയം, ആ സമയത്താണ് ഈ 10 പേജുകൾ വെട്ടിമാറ്റുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പേജുകൾ വെട്ടിമാറ്റുന്നു. അത് രഹസ്യമായിട്ടാകാം, കാരണം അതിനെക്കുറിച്ച് ഒരറിയിപ്പും സാംസ്കാരിക വകുപ്പ് നമുക്ക് നൽകിയിട്ടില്ല. കാരണം 233 പേജുകളാണ്. നമുക്കറിയാം, ഈ പേജുകളിൽ ചില പേജുകളിൽ ഒരു സെൻറ്റൻസ് മാത്രമാണുള്ളത്, ചില പേജിൽ ഒരു ഗണ്ണിക മാത്രമാണുള്ളത്. ചിലപ്പോൾ അത് നമുക്ക് പരിശോധിക്കുമ്പോൾ ചില പേജുകൾ നമ്പറില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പേജുകളുടെ എണ്ണം തികക്കാൻ മറ്റു പേജുകൾ, അതിൽ ആവശ്യമില്ലാത്ത പേജുകൾ നിരത്തിയോ എന്ന്. എനിക്ക് ലഭിച്ച ഹാർഡ് കോപ്പിയിൽ 2 പേജുകളുണ്ട്. ഒരേ പേജ് 2 പേജ്. അത് ഒരു പക്ഷേ അവർക്ക് അബദ്ധം പറ്റിയതാണോ എന്നറിയില്ല. പക്ഷേ പേജുകൾ 233 മാത്രം. നൽകുമെന്ന് പറഞ്ഞ 233 പേജ് മാത്രം. അങ്ങനെ ബോധപൂർവം ചില പേജുകൾ അടർത്തി മാറ്റുകയും അവിടെ ഒരു വഞ്ചനയുടെ സൂചന കൃത്യമായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഞാൻ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞങ്ങളെ കൃത്യമായി സാംസ്കാരിക വകുപ്പ് വഞ്ചിച്ചിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരാവകാശ നിയമം 2005-ന്റെ കൃത്യമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൃത്യമായ ലംഘനമെന്ന് പറയാതെ വയ്യ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇതിൻ്റെ കാരണം പരിശോധിക്കണം. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ എന്നറിയണം. അല്ലെങ്കിൽ നേരത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് പുറത്തു വരാതിരിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇടപെടലുകൾ സംശയാസ്പദമാണെന്ന ആ പരാമർശം